നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധിയിടം തുറന്നു. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം ഇരിക്കുന്ന നിലയിൽ കണ്ടെത്തി. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളുമുണ്ട്. തുടർ നടപടികൾക്കായി മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഈ ഒരു നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധിയിടം. ഇന്നിപ്പോൾ രാവിലെ 8 മണിയോടുകൂടി തന്നെ സർവ്വ പോലീസ് സന്നാഹത്തോടുകൂടി അവിടെ സമാധി തുറക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടത്തിൻ്റെ അടക്കം സഹായത്തോടെയായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങൾക്ക് പോലീസ് നേതൃത്വം നൽകിയത്. ശേഷം 8:30 തന്നെ സമാധി പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി. സമാധി പൊളിച്ചു തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് കല്ലറയ്ക്കുള്ളിൽ നിന്നും ഗോപൻ സ്വാമി എന്ന് പറയപ്പെടുന്ന ആളുടെ മൃതദേഹം ലഭിച്ചു എന്നാണ്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്നും ആംബുലൻസിൽ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണ് എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നതും. ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുമെന്നും ഇപ്പോൾ സബ് കളക്ടറുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്ത് നിന്നും ദേവിക ചന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ദേവിക, ഇപ്പോൾ അല്പം മുമ്പായിരുന്നു സബ് കളക്ടറുടെ ഒരു പ്രതികരണം നമ്മൾ കേട്ടത്. ഇപ്പോൾ അവിടുത്തെ എല്ലാ നടപടികളും പൂർത്തിയാക്കി ബോഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഇനി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തിയതിനു ശേഷം കുടുംബത്തിന് മൃതശരീരം വിട്ടു നൽകുമെന്ന് അറിയാൻ സാധിക്കുന്നു. സ്ഥലത്തെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്തൊക്കെയാണ്? കാർത്തിക, സമാധി പീഠം പൊളിച്ച് മൃതശരീരം പുറത്തെടുത്തിരുന്നു. മൃതശരീരം പുറത്തെടുത്തപ്പോൾ മകൻ രാജസേനൻ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയതുപോലെ തന്നെ പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മുൻപ് വീട്ടുകാർ മൊഴി നൽകിയതുപോലെ ഭസ്മവും മറ്റു സുഗന്ധദ്രവ്യങ്ങളും ഇട്ട് ഈ ശരീരത്തെ മൂടിയിരുന്നു. പിന്നീട് ഈ മൃതദേഹത്തെ സമാധി പീഠത്തിൽ നിന്നും പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. അത് ചെയ്യാനുള്ള കാരണം മൃതശരീരത്തിൽ മറ്റെന്തെങ്കിലും പാടുകളുണ്ടോ, ഒടിവുകളുണ്ടോ എന്നെല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ ഇൻക്വസ്റ്റ് നടപടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തുടർ നടപടികൾക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഈ മൃതദേഹം ഗോപൻ സ്വാമിയുടേത് തന്നെയാണെന്നാണ് നിഗമനം. കാരണം വീട്ടുകാർ പറഞ്ഞ രീതിയിലാണ് ഈ മൃതശരീരം ഉള്ളത്. അവർ പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മൃതദേഹം ആ സമാധി പീഠത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും വീട്ടുകാരുടെ പ്രതികരണത്തിന് വേണ്ടി ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. വീട്ടുകാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മൃതദേഹം എന്തായാലും തുടർ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സിംഹസ തയ്യാറാക്കി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവിടെ നിന്നും ഈ സമാധി പീഠത്തിനരികിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതശരീരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാർത്തിക, ദേവിക, രാവിലെ ഈ സമാധി പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ വീട്ടുകാർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നു. വീട്ടുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സമാധി പൊളിച്ചത്. മക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സമാധിപീഠം പൊളിച്ചത്. ഭാര്യയൊന്നും സമാധിപീഠത്തിനരികിലില്ലായിരുന്നു. അവർക്ക് വളരെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് സമാധിപീഠം പൊളിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാലും മക്കളുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് സമാധിപീഠം പൊളിച്ച് മൃതശരീരം പുറത്തേക്ക് എടുത്തിരുന്നത്. മൃതശരീരം പുറത്തെടുക്കുമ്പോൾ അധികം ജീർണിച്ച അവസ്ഥയിൽ അല്ലാതിരുന്നാൽ അതിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ശരി ദേവിക, ദയവായി തുടരുക. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സബ് കളക്ടറുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ഒരു പ്രതികരണം വേണം. ഇനി മുന്നോട്ട് വരില്ലേ? നടപടിക്രമങ്ങൾ നമ്മൾ ഇപ്പം ബോഡി നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി. വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും DYSP ഉണ്ടായിരുന്നു. നമ്മളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു.
നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അല്ലേ നിഗമനം? അത് പോലീസ് അറിയിക്കും. അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. ശരി, ഇപ്പോൾ ദേവികയിലേക്ക് പോവുകയാണ്. ഏതായാലും ദേവിക, ഇപ്പോൾ സബ് കളക്ടറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തി ഇത് ഗോവിന്ദ് സ്വാമിയുടെ ശരീരം തന്നെയാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം അതോടൊപ്പം തന്നെ അതിലും ഏറെ പ്രാധാന്യമുള്ളത് അദ്ദേഹത്തിൻ്റെ മരണം സ്വാഭാവികമായിരുന്നു എന്ന് കണ്ടെത്തുകയാണ്. ആ ഒരു മരണം സ്വാഭാവികമായി സംഭവിച്ചതാണ്. അതിനുശേഷമാണ് മൃതശരീരം കല്ലറയ്ക്കുള്ളിലേക്ക് എത്തിച്ച് മറ്റ് പൂജാദ്രവ്യങ്ങളൊക്കെ ഇട്ട് സംസ്കരിച്ചതെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി തുടർന്നുള്ള മറ്റ് കുടുംബത്തിന്റെ നീക്കങ്ങൾ? കാർത്തിക, കുടുംബത്തിന്റെ പ്രതികരണങ്ങളൊന്നും തന്നെ ഈ നടപടികൾ തുടങ്ങിയതിനു ശേഷം ആരംഭിച്ചതിനു ശേഷം മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അവർ വീടിനുള്ളിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിൽ പൊളിക്കാനുള്ള ശ്രമം നടന്നപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. അതേ തുടർന്ന് തന്നെയാണ് അന്ന് ഇത്തരത്തിൽ സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാൻ എടുത്ത തീരുമാനത്തിനെ, ആ ശ്രമത്തിനെ ഉപേക്ഷിച്ചത്. എന്നാൽ ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം നമ്മൾ സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാലും സ്ഥലത്ത് സംഘർഷാവസ്ഥയൊന്നും നിലവിലില്ലായിരുന്നു. വളരെ സമാധാനപരമായി തന്നെയാണ് ഈ പ്രക്രിയകളെല്ലാം സാധ്യമായത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് സമാധിപീഠം, മക്കൾ സമാധിയിരുത്തി എന്ന് അവകാശപ്പെടുന്ന സമാധിപീഠത്തിന്റെ അരികിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇൻക്വസ്റ്റ് നടപടികളിലെ വിവരങ്ങളൊന്നും നിലവിൽ ലഭിച്ചില്ല. ദേവിക, ഈ ഒരു സംഭവം പുറം ലോകം അറിയുന്നത് നാട്ടുകാരുടെ ഇടപെടലോടുകൂടിയാണ്. ഇത്തരത്തിലൊരു ദുരൂഹമായൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഈ ഒരു വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ സമാധി പൊളിച്ച മൃതദേഹം അടക്കം പുറത്തെത്തിച്ച സ്ഥിതിക്ക് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്, ശക്തമായി ഇവർ ആവശ്യപ്പെടുന്നത് ഈ മരണത്തിന് പിന്നിൽ സ്വാഭാവിക മരണമാണോ എന്നതിൽ വ്യക്തത വരണമെന്ന് തന്നെയാണ്. കാരണം അവർ പറയുന്നത് കിടപ്പ് രോഗിയായിരുന്നു ഗോപൻ എന്നാണ്. കിടപ്പ് രോഗിയായിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് എഴുന്നേറ്റ് പോയി സ്വയം സമാധിയാകുന്നത്, ജീവൽ സമാധിയാകുന്നത് എന്ന് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം നിലവിൽ മൃതശരീരം മകൻ രാജസേനൻ തന്ന മൊഴികളോട് മൃതശരീരത്തിന് സാമ്യമില്ലെങ്കിലും അവർ പറഞ്ഞ രീതിയിൽ തന്നെയാണ് മൃതശരീരം. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്കതിൽ വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടം നടപടിയും DNA പരിശോധനയ്ക്കും ഒക്കെ ശേഷമേ ഇദ്ദേഹത്തിന്റെ തന്നെയാണോ ഈ മൃതദേഹം എന്ന് നമുക്ക് വ്യക്തത വരികയുള്ളൂ. നാട്ടുകാർ പറയുന്നത് ഇത്തരത്തിലൊരു സമാധിയായി, ഇത്തരത്തിൽ കിടപ്പിലായിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് സ്വയം സമാധി പീഠത്തിന് അരികിൽ പോയി ജീവൽ സമാധിയാകുന്നത് എന്നാണ്. അത് തന്നെയാണ് ഈ തിരോധാനത്തിന് പിന്നിൽ ഒരു കുറ്റകൃത്യമുണ്ടെന്ന് പോലീസിന് സംശയം തോന്നാൻ കാരണമായിട്ടുള്ളത്. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ തുടരന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ശ്രീ കാർത്തിക. ദേവിക, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ ഈ കുടുംബം പറയുന്നതിലും വളരെ വലിയൊരു ആശയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലായിരുന്നു പ്രതികരണം നൽകിക്കൊണ്ടിരുന്നത്. ഇത് തന്നെ വലിയൊരു ആശയക്കുഴപ്പം, ഈ ഒരു സംഭവം ഉണ്ടായി ആദ്യഘട്ടം മുതൽ വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു സമാധി പുറത്തെടുത്തപ്പോൾ എന്താണ് വ്യക്തമാകുന്നത്? സമാധി പുറത്തെടുത്തപ്പോൾ മൊഴിയുടെ ആദ്യഘട്ടത്തിൽ മകൻ രാജസേനൻ സൂചിപ്പിച്ചതുപോലെ പത്മാസനത്തിൽ തന്നെയായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികളിൽ ആ മൃതശരീരത്തിൽ എന്തെങ്കിലും ചതവുകളോ ഒടിവുകളോ പാടുകളോ ഉണ്ടോ എന്നായിരുന്നു പ്രധാനമായും പരിശോധിച്ചത്. കാരണം ഇതൊരു സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിലാണല്ലോ ഒരു വ്യക്തത വരേണ്ടത്. ശ്രീ കാർത്തിക, മകൻ പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ എന്തായാലും മക്കൾ പറഞ്ഞതുപോലെ തന്നെ പത്മാസനത്തിൽ ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം അദ്ദേഹം ഒരുക്കി വെച്ചിരുന്നത് എന്ന് പറയപ്പെടുന്ന ഈ സമാധി പീഠത്തിൽ നിന്നും കണ്ടെടുത്തത്. സമാധി പീഠത്തിന്റെ 3 വശങ്ങൾ പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം പുറത്തെടുക്കുമ്പോൾ മൃതദേഹത്തിന്റെ നെഞ്ച് വരെ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരുന്നു. ശ്രീ കാർത്തിക.
ശരി, നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ചിരിക്കുകയാണ്. കല്ലറയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇരിക്കുന്ന നിലയിലായിരുന്നു ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വായ തുറന്ന നിലയിലാണ്. വായിൽ ഭസ്മവും മൃതദേഹത്തിന് നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങളും നിറച്ചിട്ടുമുണ്ടായിരുന്നു. ഇതുതന്നെയാണ്, ഈ രീതിയിൽ തന്നെയാണ് സമാധി നടത്തിയത് എന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സമാധി പൊളിച്ചപ്പോഴും കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏതായാലും ഇനി കൂടുതൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കൂടുതൽ നടപടിക്രമങ്ങൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഗോപൻ സ്വാമിയുടെ ശരീരം കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടി പൂർത്തിയായതിനു ശേഷം മരണം അസ്വാഭാവികമായിരുന്നു അതോ സ്വാഭാവിക മരണമായിരുന്നു എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. ശേഷം കുടുംബത്തിന് മൃതശരീരം വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. രാവിലെ മകൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കല്ലറ പൊളിച്ച് ഈ പരിശോധന നടത്തിയത്.